ബാലേട്ടാ, ചന്ദ്ര, എത്ര നാളായിട്ടൊന്ന് കണ്ടിട്ട്. അതിനല്ലേ ഞാൻ വന്നത്. ഇന്നൂടെ കണ്ടില്ലെങ്കിൽ കൊടൈക്കനാലിലേക്ക് വരാതിരിക്കുമായിരുന്നു ഞാൻ. അതിനായി തുണികളൊക്കെ തിരുമ്പിയിട്ട്. ഏട്ടനാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഒരു ജോലിക്കാരി പെണ്ണുണ്ടായിരുന്നല്ലോ ഇവിടെ. സരോജിനിയല്ലേ? അവൾക്കൊരു 100 എടുത്താ പണി. ആ, പിന്നെ എനിക്കും ചെയ്യാൻ എന്തെങ്കിലും ജോലി വേണ്ടേ? വാ, വീട്ടിലേക്ക് ഇരിക്കാം. കുറച്ചേരം നമുക്ക് ഇവിടെ ഇരിക്കാൻ പാലേട്ടാ. ഈ കുളപ്പടവുകളും വെള്ളവും ഈ അന്തരീക്ഷവും, ഇവിടെ നമ്മൾ കുട്ടികളാകുന്ന പോലെ. ബാലേട്ടന് ഓർമ്മയുണ്ടോ ഞാൻ അവിടെ നിന്ന് ചാടുന്നത്? ബാലേട്ടന് അന്നും അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങും. ഇപ്പോഴും അത്ര തന്നെ ഉള്ളൂ. കുളത്തിലെ കുളിന്ന അപൂർവ. സരോജിനി കുളിമുറിയിൽ വെള്ളം കോരിവയ്ക്കും. ഇപ്പൊ ഈ കുളത്തിന്റെ അവകാശികള് ഈ ചുറ്റുവട്ടത്തെ കുട്ടികളാ. 4 മണി വിട്ട് വന്നാ പിന്നെ ഒരു ബഹള. ചാട്ടവും കുളിയും തിമർക്കലും. ആ കല്ലൊക്കെ കളിക്കേണ്ടതാ കുട്ടികളാ. സരോജിനി കണ്ടുവന്നാ ചീത്തോറിഞ്ഞ് ഓടിക്കും. ഞാൻ പറയും വേണ്ടാന്ന്. ഇതൊന്നും അനുഭവിക്കാൻ ഇവിടെ ആരുമില്ല. അവരെങ്കിലും അനുഭവിക്കട്ടെ. അനുഭവിക്കാൻ നമുക്കും ആളുണ്ട് ബാലേട്ടാ. ഞാൻ നമ്മുടെ അമ്മൂനെ കണ്ടു. എവിടെ വെച്ച്? കൊടൈക്കനാലില്. ഇപ്പോഴോ? എന്നിട്ട് നിന്നെ തിരിച്ചറിഞ്ഞോ അവള്? അവള് കുറച്ചു ദിവസം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാനെല്ലാം പറഞ്ഞു അവളോട്, എല്ലാ കഥകളും. എന്നിട്ടൊന്നും ഇത്രയുടെ കൊണ്ടുവരാറുന്നില്ലേ നിനക്ക്? ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയില്ല ബാലേട്ട. തടഞ്ഞു നിർത്താൻ പറ്റില്ല. അവകാശം സ്ഥാപിക്കാൻ വന്നിരിക്കണം. അടിച്ച് എല്ലാം ഒടിക്കണം വേണ്ടി. അന്നേ അനിത പറഞ്ഞതാ പഠിപ്പ് ഇവിടെ വേണ്ട, സ്റ്റേറ്റ്സിൽ മതിയെന്ന്. നിനക്കായിരുന്നല്ലോ നിർബന്ധം. ഇപ്പൊ മനസ്സിലായില്ലേ? എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നേരത്തെ ഹരിതയോട് പറയണമായിരുന്നു ഈ കഥ. ഇപ്പോൾ എല്ലാം മറച്ചുവെച്ച് ഞാൻ അഭിനയിക്കുമായിരുന്നു എന്ന് തോന്നൂല്ലേ അവൾക്ക്? നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അഭിനയിച്ചു? ഇല്ല. ഗോപുവിനേക്കാൾ ഞാൻ സ്നേഹിച്ചത് ഹരിതയാണ്. എന്നെ ആദ്യം അച്ഛ എന്ന് വിളിച്ചത് അവളാണ്. അവളെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഉണരുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, അങ്ങനെ 100 വട്ടം. പക്ഷെ ഇപ്പൊ എന്തോ എനിക്ക് പേടി തോന്നുന്നു. എന്തിനെ? നീയൊന്നും ഉണ്ടാണ്ടിരിക്കടാ. നിന്റെ മോളായിട്ടാ അവള് വളർന്നത്. അവള് നിന്റെ തന്നെയാ. അവകാശവും പറഞ്ഞ് ഒരുത്തരും ഈ പടി കയറില്ല.